1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. നിലമ്പൂർ എരുമമുണ്ടയിൽ കാട്ടാന ശല്യം രൂക്ഷം. കാട്ടാനകളെ ഭയന്ന് കർഷകൻ സ്വന്തം വീട് ഉപേക്ഷിച്ച് വാടക വീട്ടിലേക്ക് താമസം മാറി. എരുമമുണ്ട ചെമ്പൻകൊല്ലി മാതയിലെ വീട് ഉപേക്ഷിച്ചാണ് കർഷകനായ കുളങ്ങരോട്ട് ജോസ് മത്തായി എരുമമുണ്ടയിലെ വാടക വീട്ടിലേക്ക് മാറിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ എത്തിയ കാട്ടാനക്കൂട്ടമാണ് ജോസ് മത്തായിയുടെ കൃഷിയിടത്തിൽ വലിയ തോതിൽ കൃഷിനാശം വരുത്തിയത്. 13 തെങ്ങുകൾ, 28 കമുകുകൾ, 60 കുലച്ചവാഴകൾ, കുലക്കാനായ 50-ലേറെ വാഴകൾ എന്നിവയാണ് ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിച്ചത്. കൃഷി ചെയ്ത് ജീവിക്കുന്ന കർഷക കുടുംബങ്ങളാണ് ഈ ഭാഗത്തെ കുടുംബങ്ങളിലേറെയും. ആനയും കുട്ടിയുമായാണ് കൃഷിനാശം വിതച്ചതെന്ന് ജോസ് മത്തായി പറഞ്ഞു. 2018-ലും 2019-ലും ഉണ്ടായ പ്രളയങ്ങളിൽ ഏറെ കൃഷിനാശം നേരിട്ട കർഷകനാണ് ജോസ് മത്തായി. പ്രളയം തകർത്ത ഭൂമിയിൽ വീണ്ടും കൃഷിയിലൂടെ ജീവിതം കെട്ടിപ്പടുത്താൻ ഒരുങ്ങുമ്പോഴാണ് കാട്ടാനകൾ ഈ കർഷകന്റെ സ്വപ്നങ്ങൾ തകർത്ത് കാർഷിക വിളകൾ ചവിട്ടി നശിപ്പിച്ചത്. 6 ആനകൾ ഈ മേഖലയിൽ സ്ഥിരമായി ഉണ്ടെങ്കിലും വനംവകുപ്പ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ജീവനിൽ ഭയന്നാണ് സ്വന്തം വീട് ഉപേക്ഷിച്ച് വാടക വീട്ടിലേക്ക് മാറേണ്ടി വന്നതെന്നും ഈ കർഷകൻ പറയുന്നു. കാട്ടാന ശല്യം കാരണം എരുമമുണ്ടയിലേക്ക് താമസം മാറിയിരിക്കുകയാണ്. വീട് ഒഴിഞ്ഞു പോന്നിരിക്കുകയാണ്. കഴിഞ്ഞ 1 വർഷമായിട്ട് ആനശല്യം തുടർച്ചയായിട്ട് അവിടെ ഉണ്ട്. ഒരു 2 പിടിയാനയും ബാക്കി ആനകളെല്ലാം അവിടെ 5-6 ആന നമ്മുടെ തൊട്ടടുത്ത ബൗണ്ടറി തന്നെ ഉണ്ട്, ഫോറസ്റ്റിനോട് ചേർന്ന് തന്നെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു സീസണിൽ ആന വന്നിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഇപ്പോൾ ഈ മഴയും വെള്ളമായി കഴിഞ്ഞപ്പോൾ തീറ്റ ലഭ്യതയും കൂടി കഴിഞ്ഞപ്പോൾ ആന നമ്മുടെ കൃഷിസ്ഥലത്തിലേക്ക് ഇറങ്ങി. ഇപ്പോൾ ഞാൻ ആനയെ പേടിച്ചപ്പം വീട് തന്നെ മാറിയിരിക്കുകയാണ്. ഫോറസ്റ്റിനോട് തൊട്ട് ചാരിയാണ് എൻ്റെ പേര്. സുഖമില്ലാത്ത ഭാര്യയും കൊച്ചു പെൺകുട്ടിയായിട്ടുള്ളത്. അപ്പോൾ ഞാൻ വീട് മാറി പോന്നിരിക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും തൊഴിലിന് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ ഇവരെ തന്നെ ആദ്യമായിട്ട് വരാൻ പറ്റില്ല. വൃത്തികേട് കൊണ്ട് പോന്നിരിക്കുന്നതാണ്. ഉണ്ടായിരുന്ന 17 സെൻറ്റ് വസ്തു എനിക്കുള്ളത്. 10-16 വർഷം കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം തന്നെ ആന നശിപ്പിക്കുക. ഇനിയിപ്പോൾ അവിടെ നിന്നിട്ടും പ്രയോജനമില്ല. ഇതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് കണ്ടിട്ടുണ്ട്. DFO സാറിനോട് കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കർഷകരുടെ പ്രശ്നത്തിൽ വനംവകുപ്പ് അടിയന്തരമായി ഇടപെടണമെന്ന് CPI നിലമ്പൂർ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി CR ഗോപാലനും കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി സിബിയും ആവശ്യപ്പെട്ടു. 3 ആനകൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കർഷകരുടെ കൃഷി മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രയാസത്തിലാണ് ഉള്ള ആളുകൾ. ഇപ്പോൾ കൃഷി ചെയ്യുന്നു, കൃഷി നശിച്ചു പോകുന്നു. അവരുടെ ഉപജീവന മാർഗം കംപ്ലീറ്റ് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ ജോസ് എന്ന് പറയുന്ന ആളാണെങ്കിൽ പോലും വീട്ടിൽ പോലും താമസിക്കാൻ കഴിയാതെ മറ്റൊരു വാടകപ്പുരയിലേക്ക് മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഉപജീവന മാർഗം ഈ തരത്തിൽ മുട്ടുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ എന്തായിരുന്നാലും വനംവകുപ്പ് മുൻകൈ എടുക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. കഴിയുന്നത്ര കൃഷി മേഖലയിലേക്ക്, ഈ കൃഷിയിടങ്ങളിലേക്ക് ആന വരാതെ ഫെൻസിങ്ങോ മറ്റു കാര്യങ്ങളോ ഒരു പ്രതിരോധ മാർഗങ്ങൾ കണ്ടെത്തുകയും ഇവർക്ക് കൃഷിനാശം വരുന്ന ആളുകൾക്ക് നഷ്ടപരിഹാരങ്ങൾ കഴിയുന്നത്ര താമസം വിന കൊടുക്കാനുള്ള നടപടികൾ വനംവകുപ്പിലെ ആളുകൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാൻ. ഈസ്റ്റ് ലൈവ് നിലമ്പൂർ. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor.